പൊന്നി, ഈ ഭൂമിയിലൂടെ ഒഴുകി നടക്കേണ്ട നീ ഇപ്പോൾ എന്റെ കമണ്ഡലത്തിനുള്ളിൽ ബന്ധനസ്ഥയായിരിക്കുന്നു. എന്ന് നിന്റെ ഈ അഹന്ത അവസാനിക്കുമോ അതുവരെ നീ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഇതാരൊക്കെയാണ്? വൈഗയും ഭവാനിയും. എപ്പോഴും ഒരുമിച്ച് മാത്രം നടക്കാറുള്ള നിങ്ങളുടെ സന്തത സഹചാരി പൊന്നി എവിടെ? പൊന്നിയും അഗസ്ത്യമുനിയും തമ്മിൽ വലിയ വാഗ്വാദം നടന്നു. ഒടുവിൽ കോപിഷ്ഠനായ അഗസ്ത്യമുനി പൊന്നിയെ തന്റെ കമണ്ഡലത്തിനുള്ളിൽ ബന്ധനസ്ഥയാക്കി. ഓ നാരായണ നാരായണ, ഇവിടിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങളുമായി നിങ്ങൾ വന്നിരിക്കുന്നത്. ആട്ടെ, നാം എന്താ വേണ്ടത്? മൊഴിഞ്ഞാലും. അഗസ്ത്യമുനിയുടെ കമണ്ഡലത്തിനുള്ളിലുള്ള പൊന്നിയെ വീണ്ടും സ്വതന്ത്രമായി പ്രയാണം ചെയ്യാൻ അവസരമുണ്ടാക്കണം. മഹാനായ അഗസ്ത്യമുനിയാണ് പൊന്നിയെ കമണ്ഡലത്തിനുള്ളിൽ ബന്ധനസ്ഥയാക്കിയിരിക്കുന്നത്. പൊന്നിയെ വീണ്ടും സ്വതന്ത്രയാക്കുക എന്ന് വച്ചാൽ അത് നിസ്സാര കാര്യമല്ല. അത് പരിഹരിക്കുവാൻ നാം വിചാരിച്ചാൽ സാധിക്കുകയുമില്ല. അതിന് നമ്മേക്കാൾ വലിയവൻ തന്നെ വേണം. അതിന് സർവദാ യോഗ്യനായ ഒരാളുണ്ട്. നിങ്ങൾ സമാധാനമായിരുന്നോളൂ. പൊന്നി സ്വതന്ത്രയായിരിക്കും. അതാരാണ്? അങ്ങ് തന്നെ മൊഴിഞ്ഞാലും. സർവഗണങ്ങളുടെയും നാഥൻ, ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപൻ, സർവവിഘ്നങ്ങളും അകറ്റുന്നവൻ, വിഘ്നേശ്വരൻ, ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതീദേവിയുടെയും പുത്രൻ, സാക്ഷാൽ ശ്രീ മഹാഗണപതി.
കാകനാണോ ഞാൻ കമണ്ടലുവിൽ ബന്ധിച്ചു വെച്ചിരുന്ന പൊന്നി നദിയെ മോചിപ്പിച്ചത്? എന്ത് മായയാണിത്? ആരാണ് നീ? അഗസ്ത്യ മുനിവരെ, കാകന്റെ രൂപത്തിൽ വന്ന് പൊന്നി നദിയെ മോചിപ്പിച്ചത് ഞാൻ തന്നെയാണ്. എന്റെ അനുവാദമില്ലാതെ പൊന്നിയെ മോചിപ്പിച്ചത് എന്തിന്? പറയൂ, നീ ആരാണ്? അഗസ്ത്യരെ, ഭക്തി, സിദ്ധി, മുക്തി എല്ലാത്തിന്റെയും മൂലകാരകനാണ് ഞാൻ. ആരായാലെന്താ? എന്തിന് പൊന്നിയെ ഒഴുക്കി വിട്ടു? അത് പറയൂ. സ്വതന്ത്രമായി ഒഴുകി നടക്കേണ്ട പൊന്നി നദിയെ എന്തിന് കമണ്ഡലത്തിൽ അടച്ചുവെച്ചു? അതാദ്യം അറിയട്ടെ. കമണ്ഡലത്തിൽ അടച്ചു വെച്ചെങ്കിൽ അത് എന്റെ ഇഷ്ടം. എങ്കിൽ ഒഴുക്കിവിട്ടത് എന്റെ ഇഷ്ടം. നദി ഒഴുകുന്നത് സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. അല്ലാതെ സന്യാസി വര്യന് കമണ്ഡലുവിൽ ബന്ധിക്കാനുള്ളതല്ല നദീജലം. ഹേ ബാലക, നീ വെറുതെ എന്റെ ശാപമേറ്റ് വാങ്ങണ്ട. മുനിവര്യരെ, അങ്ങയുടെ ശാപമൊന്നും എനിക്ക് ഏൽക്കില്ല. നീ ആര്? ദൈവമോ? ഞാൻ ശപിച്ചാൽ നീ ഭസ്മമായി പോകും. എന്നാലൊന്ന് ശപിച്ച് കാണട്ടെ. ഭഗവാനെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ അഗസ്ത്യരെ, ശാപം ഏറ്റില്ലല്ലേ? അയ്യോ, ഞാൻ അങ്ങയെ ശപിക്കുകയോ? ഏതോ ഒരു ബാലനാണെന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. പൊറുക്കണേ. നമുക്ക് അങ്ങയോട് തെല്ലും കോപമില്ല. നാരദ മുനിയുടെ അപേക്ഷപ്രകാരം പൊന്നിയെ മോചിപ്പിക്കാനും അങ്ങയുടെ മുൻകോപം നിയന്ത്രിക്കാനും കൂടിയാണ് നാം ഇന്ന് വന്നത്. ഒരു കോപം കൊണ്ട് ശപിച്ചാൽ 1000 പ്രായശ്ചിത്തം കൊണ്ടും ആ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങയുടെ മുൻകോപം ഉപേക്ഷിക്കും. ദുർവാസാവ് മഹർഷിയെ പോലെ മുൻകോപം അങ്ങയ്ക്ക് ഭൂഷണമല്ല. ഇല്ല ഭഗവാനെ, ഇനി നാം ആരെയും ശപിക്കുകയില്ല. നമ്മുടെ തെറ്റ് നാം മനസ്സിലാക്കുന്നു. അറിയാതെ പോലും തെറ്റ് ചെയ്യുന്നവരെല്ലാം അങ്ങയുടെ മുന്നിൽ പ്രായശ്ചിത്തം ചെയ്ത് ഏത്തമിടാറുണ്ടല്ലോ. ഞാനും എന്റെ തെറ്റ് മനസ്സിലാക്കി ഏത്തമിടുന്നു. ഇത് സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും. തെക്കിന്റെ അധിപനായ അഗസ്ത്യ മുനി വര്യർക്ക് നന്മ വരട്ടെ. അങ്ങ് പൊന്നി നദിയുടെ അഹങ്കാരം ഇല്ലായ്മ ചെയ്തതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി പൊന്നി നദി നമ്മോട് ക്ഷമാപണ ചെയ്തതിനാലാണ് നാം അവളെ മോചിപ്പിച്ച് ഒഴുക്കിവിട്ടത്. വിഘ്നേശ്വര, അങ്ങ് കാരണം ഈ ഭൂമിക്ക് ഒരു പുണ്യനദി കൂടി ലഭിച്ചിരിക്കുന്നു. ഒരിക്കലുമല്ല അഗസ്ത്യരെ, അങ്ങു കാരണമാണ് പൊന്നിയുടെ അഹന്ത നശിച്ച് ഒരു പുതിയ ജീവിതം അവൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പുതുജീവിതം ലഭിച്ച പൊന്നി നദിക്ക് ഒരു പുതുനാമം അങ്ങ് നൽകിയാലും. ശ്രീ വിഘ്നേശ്വര, അങ്ങ് കാകന്റെ രൂപത്തിൽ വന്ന് എന്റെ കമണ്ടലുവിൽ ബന്ധിച്ചിരുന്ന പൊന്നി നദിയെ ഭൂമിയുടെ വിരിമാറിലൂടെ ഒഴുക്കിവിട്ടതിനാൽ ഇനി മുതൽ പൊന്നി നദി
കാവേരി നദി എന്നറിയപ്പെടണം. ആഹാ, മനോഹരമായ നാമം. കാകനാൽ മോചിതയായവൾ കാവേരി. കൊള്ളാം. ഇനി മുതൽ ഭൂതലം മുഴുവനും കാവേരിയുടെ ജലസമൃദ്ധിയാൽ സമ്പന്നമാകും. നദികളുടെ നദിയായി, തെക്കുദേശത്തിന്റെ ഗംഗാ നദിയായി കാവേരി അറിയപ്പെടും. മംഗളം ഭവിക്കട്ടെ. ഭഗവാനെ, വിഘ്നേശ്വര, മഹാഗണപതി, ശ്രീ വിനായക, അനുഗ്രഹിക്കണേ ഭഗവാനെ. പ്രണാമം. 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 ഭാർഗവരാമനും മാതംഗമുനിയും ഇവിടെ കൂടാചലത്തിൽ ആഗതരായതിൽ സന്തോഷം. ആഗമനോദ്ദേശം ഉണർത്തിച്ചാലും. സാഗരത്തിൽ നിന്നും നാം വീണ്ടെടുത്ത ഈ ഭൂമിയിൽ ദേവി നൈമവതിയുടെ ആജ്ഞാനുസരണം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത് അങ്ങയ്ക്ക് അറിയുള്ളതല്ലേ? നാം അതറിയുന്നുണ്ട് ഭാർഗവരാമ. ഈ മലയനാടിന് അനിവാര്യമാകേണ്ട ഒരു സത്കർമ്മത്തിന് അങ്ങയുടെ അനുവാദവും അനുഗ്രഹവും തേടിയാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. അരുളിയാലും. നമ്മിൽ നിന്ന് എന്ത് കർമ്മമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തെക്കിന്റെ അധിപനായ അങ്ങ് മലനാട്ടിലെ കാനനങ്ങളുടെയും മലകളുടെയും അധിപതി കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ മാതംഗമലയിൽ താരകബ്രഹ്മമായ ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള അനുവാദം അവിടുന്ന് നൽകണം. ഭൂപരീക്ഷ മുതൽ പ്രതിഷ്ഠ വരെ അങ്ങയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്കുണ്ടാവുകയും വേണം. നാം ധന്യനായി. എല്ലാം കലിയുഗവരദന്റെ കൃപാകടാക്ഷം, അനുഗ്രഹം. ഭൃഗുരാമ, ശ്രീ ധർമ്മശാസ്താവിന്റെ ക്ഷേത്ര നിർമ്മാണത്തിന് എന്ത് ഉപദേശങ്ങളും സഹായങ്ങളും നൽകാൻ നാം സദാ സന്നദ്ധനാണ്. നിർമ്മിക്കപ്പെടാൻ പോകുന്ന ആ ക്ഷേത്രം ഏറ്റവും മഹനീയവും കമനീയവുമാകണം. മലയനാട്ടിൽ മറ്റെങ്ങുമില്ലാത്ത
എന്നാൽ കാനന ക്ഷേത്രത്തിന് അനുയോജ്യമായ ഒരു വിഗ്രഹം തന്നെയാവണം അവിടെ പ്രതിഷ്ഠിക്കേണ്ടത്. കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞു സഹായിക്കുന്നവന്റെ പുണ്യം ഒരിക്കലും ക്ഷയിക്കുന്നില്ല. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ